ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് നല്ലൊരു പ്രീമിയം കുർത്തിയാണ് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫാബ്രിക് വന്നിട്ട് ടിഷ്യൂ സിൽക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനത്രയും ഞാൻ പറഞ്ഞ പ്രീമിയം ആണെന്ന് പറഞ്ഞത്. എന്താ പറയുക, ഇതിൻ്റെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് അതിൻ്റെ ഫാബ്രിക് കണ്ടോ, ശരിക്കും ആ ഒരു സിൽക്കിലോട്ട് വന്നേക്കുന്നതാണ്. അതിനകത്തോട്ട് ഈ ഒരു ബാത്തിക് പ്രിന്റ് ആയിട്ട് പ്യുവർ ആയിട്ട് വന്നേക്കുന്നതാണ്. ഇതിന്റെ ഈ ഒരു യോക്ക് കണ്ടോ, ഈ ആനിമൽസിന്റെ ഒരു ഡിസൈൻ വന്നിട്ട് ഇത് ബോർഡർ അറ്റാച്ച്ഡ് ആണ് കേട്ടോ, നമ്മൾ വെച്ചേക്കണല്ല, ബോർഡർ അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഞാനത് സ്ലീവിലോട്ട് കൊടുക്കാന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പൊ അതിനെക്കാട്ടിലും നല്ലത് ബസ് ലെവലിൽ ഇങ്ങോട്ട് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. ഒരു ബോട്ട് നെക്ക് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നെക്ക് പാറ്റേൺ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഈ ബോർഡർ ആണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഈ ബോർഡർ കണ്ടോ, ദാ യോക്കിലോട്ട് ഇതേപോലെ തന്നെ ആ ഒരു ഫാബ്രിക് യോക്കിലോട്ട് കൊടുത്തിട്ടുണ്ട്. എൻഡ് പോർഷൻ ഇത് കണ്ടോ, ഈ ആനിമൽസിന്റെ ഡിസൈൻ വരുന്ന ഇതുപോലുള്ള ഒരു പ്രിന്റ്, നല്ലൊരു പ്രീമിയം കൺസെപ്റ്റ് ആണ് ഇത് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് നമ്മൾ ഈ ഒരു സെയിം ഫാബ്രിക് തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ബാക്ക് സൈഡിലോട്ടും സെയിം ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെ ഞാനിപ്പം സ്പെഷ്യലി ഇത് പ്രീമിയം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഉള്ള മെറ്റീരിയൽസിന് വിട്ട് കുറവായിരിക്കും. അപ്പൊ നമ്മളത് ജോയിന്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ഞാൻ പറയുന്നതാണ്, ഈ ഒരു പോർഷനിൽ ജോയിന്റ് ചെയ്തിട്ടുണ്ട്, അത് വരും. കാരണം പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇവിടെ ആകുമ്പോൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യലി എല്ലാം പറയുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഫാബ്രിക് വരുന്ന, ഇതിന്റെ ലെങ്ത് വരുന്ന 47 ആണ്. പ്രീമിയം എന്ന് പറയാൻ അത് ഫാബ്രിക് ആണ്. നമ്മൾ കാണുമ്പം ചിലപ്പം ഒരു ബ്ലാക്ക് കളറിൽ ഒരു ത്രെഡ് ഉള്ള പോലെയല്ല. ഇതിനകത്തോട്ടുള്ള എംബ്രോയിഡറിയും സീക്വൻസും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അത് മാത്രമല്ല പ്യുവർ വിസ്കോസ് ഓർഗൻസയിൽ വന്നേക്കുന്നതാണ്. അതിന്റെ ബാക്ക് സൈഡ് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ വേറെ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതുപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ്. ഇതിനകത്തോട്ട് ഫുള്ളി ഈ ചിക്കൻ കാരിക്ക് സിമിലർ ആയിട്ടുള്ള എംബ്രോയിഡറി വെച്ചിട്ട് അതിനകത്തോട്ട് ഈ റെയിൻബോ കളേഴ്സ് പോലെ വരുന്ന സീക്വൻസ് അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട് കണ്ടോ. ഞാൻ അതിന്റെ മെറ്റീരിയൽ ഇത് കാണിച്ചു തരാം. ഈ വർക്ക് ക്ലോസ് ആയിട്ട് ഇതേപോലെ ഉണ്ടാവും. ഇതാ ആ കളേഴ്സ് ഉണ്ടോ, നിങ്ങൾക്ക് ഷൈനിങ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലൊരു എല്ലാ കളേഴ്സും വരുന്ന ഒരു ഷൈനിങ് പോലെ ഓരോ സീക്വൻസ് അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട്. ബാക്ക് സൈഡ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസ് തന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് ഇതുപോലെ തന്നെ ആ ഓർഗൻസ ഫാബ്രിക് കൊടുത്തിട്ട് അതിന്റെ എൻഡിലോട്ട് ഈ ഒരു ഡിസൈൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അത് വിത്ത് ലൈനിങ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനൊക്കെ വെച്ചിട്ട് 47 ലെങ്ത് ആണ്. ബ്ലാക്കിലോട്ട് നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലോട്ട് ഇതുപോലെ നല്ല ഫുള്ളി വർക്ക് വരുന്ന ഒരു യോക്കാണ് കൊടുത്തേക്കുന്നത്. ഒരു പ്രീമിയം കുർത്തി എന്ന് തന്നെ പറയാം. ഇതുപോലെ ഫുള്ളായിട്ട് നല്ല എന്താ പറയാ, വീവിങ്ങും എല്ലാം ഉണ്ട്, ത്രെഡ് വർക്കും എല്ലാം ഫില്ലായിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഫുൾ യോക്കാ കൊടുത്തേക്കുന്നത്. ഇത് നല്ല വൈഡ് ആയിട്ടുള്ള സ്ക്വയർ യു നെക്ക് വെച്ചിട്ട് സ്ലീവിലോട്ടും ചെറിയൊരു ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. എ ലൈൻ പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ഇതേപോലെ കണ്ടോ, ഈ വർക്ക് കണ്ടോ, സീക്വൻസും ത്രെഡും, ഈ ഒരു ബോർഡർ കണ്ടോ, ഒരു ചെറി കൊണ്ടുള്ള ഒരു ബോർഡർ, അതിന്റെ അകത്തോട്ടും ത്രെഡ് കൊണ്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. അത്രയും നല്ല ഫിനിഷിങ്ങിലുള്ള വർക്ക്. ഇത് കണ്ടോ, ഇതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ. ഒരു ഡിസൈൻ പോലെ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഫുൾ ത്രെഡ് വർക്കാണ്. അപ്പം ഇന്ന് നമ്മളിങ്ങനെ ചെറിയൊരു ബോർഡറിൽ കൊടുത്തേക്കുന്നത് ഇതുപോലെ കണ്ടോ, ഈ ഒരു വർക്കിന്റെ തന്നെ ചെറിയ പ്രിന്റ് വരുന്നത്, ചെറിയ ത്രെഡ് വർക്കാണ്. അപ്പം എ ലൈൻ പാറ്റേൺ ആണ്. ഫുള്ളി ഇതുപോലെ പ്ലീറ്റ്സ് വെച്ചിട്ട് ഒരു ബസ് ലെവലിന് താഴോട്ട് ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, നെക്കിലോട്ടോ കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ഒന്നും കൊടുക്കാതെ താഴോട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് ഇതുപോലെ ഈ ഒരു ദാമൻ പോർഷനിൽ നമ്മൾ ഫുള്ളി ഹാൻഡ് വർക്ക് ആയിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതുപോലെ ദാമൻ പോർഷനിൽ ഫുള്ളി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ക്രഷ്ഡ് ഓർഗൻസിയാണ് ഫാബ്രിക് വരുന്നത്. ഇത് അത്രയും സൂപ്പറാണ് ഈ ഒരു ഫാബ്രിക് കേട്ടോ, നല്ല ഭംഗിയാണ്. എന്ന് വെച്ചാൽ ഈ കളറും ശരിക്കും ഒരു സിൽക്കിന്റെ അതിനൊരു ഷൈൻ, ഞാനിപ്പം പറയില്ലേ, കാഞ്ചീപുരംസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഷൈനിങ് വരില്ലേ, അതുപോലെയാണ് ആ ഫാബ്രിക്കിന്റെ ഷൈനിങ് വരുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ബോട്ട് നെക്ക് ഇതായിട്ട്. പിന്നെ ഇതിനകത്ത് ഫുള്ളി പിൻടെക്ക് ആണ് ചെയ്തേക്കുന്നത്. ഈ മെറ്റീരിയൽ അത് കാണുന്നില്ല, പക്ഷെ ഭയങ്കര ഭംഗിയാണ്. അത് ഇവിടെ വരേക്കും എൻഡ് ചെയ്തിട്ടുണ്ട് ആ പിൻടെക്ക്. എന്നിട്ട് അവിടെ ചെറിയൊരു പ്ലീറ്റ്സ് പോലെ സ്ലീവിലോട്ട് ബോർഡറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ഫ്രോക്ക് ആയിട്ട് നമുക്ക് സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാം. കാരണം അത്രയും നല്ലൊരു ഫാബ്രിക് ആണ്. അപ്പം ഇത് നല്ല ടൈം എടുത്ത് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ നെക്കിലോട്ടൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിങ്ങനെ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അടിപൊളി പാറ്റേൺ ആണ്. നമ്മളെപ്പം ഡിഫറെന്റ് ആയിട്ട് ഈ യോക്കിലും സ്ലീവിലൊക്കെ എപ്പോഴും കാണുന്നതല്ലേ. അപ്പൊ നമ്മൾ താഴോട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തു നോക്കി. നല്ല അടിപൊളിയായിട്ടൊരു ഫ്രോക്ക് പോലെയൊക്കെ ഇതേപോലെ വെയർ ചെയ്യാവുന്നതാണ്. നല്ല ലെങ്ത് 48 വരുന്നുണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അത്ര ഭംഗിയാണ്. നമ്മൾ ബ്ലാക്കിലോട്ട് എന്ത് ഡിസൈൻ ചെയ്താലും നല്ല ഭംഗിയാണ്, ആരിട്ടാലും നല്ല ഭംഗിയാണ്. അതുപോലെ യോക്ക് ഇതേപോലെ കൊടുത്തിട്ട് ബസ് ലെവലിൽ നിന്ന് താഴോട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് 48 വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതിന്റെ റേറ്റ് 2250 ആണ്. സെയിം ടോൺ തന്നെ ജോർജറ്റ് വേണമെങ്കിൽ ദുപ്പട്ട വേണം എന്നുള്ളത്. ഇങ്ങനെ ഒരു ഫ്രോക്കായിട്ട് വേറെ ചെയ്യുന്നതാണ് അതിന്റെ ഭംഗി.
ആംഗിൾ ലെങ്ത് പെൻസിൽ ബോട്ടം വേണമെങ്കിൽ 650 എക്സ്ട്രാ വരുന്നുണ്ട്. അത് എക്സ്ട്രാ ആണ് കേട്ടോ. അയ്യോ ഭയങ്കര മഞ്ഞാന്ന് തോന്നരുത് ഒരിക്കലും. ഇത് നല്ല എന്താ പറയാ, നല്ലൊരു യെല്ലോ ആണ്. ഒരു ഗ്രീനിന്റെ ഷെയ്ഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൈറ്റ് ആയിട്ടൊരു ഗ്രീനിന്റെ ഷെയ്ഡ് തോന്നുന്ന മാതിരി ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് അജ്രക്കിന്റെ പാച്ച് ചെയ്തിട്ട് അതിനകത്തോട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ അജ്രക്കിന്റെ നല്ല യെല്ലോ പ്ലസ് ഗ്രീൻ ഒരു കോമ്പിനേഷൻ വരുന്ന ഇതിനകത്തോട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ഫോയിൽ മിറേഴ്സ് ഒക്കെ വെച്ചിട്ട് അതിനകത്ത് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ ആണ് കേട്ടോ, നല്ല ഭംഗിയാണ് ഇത് വേറെ. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നമ്മൾ സെയിം തന്നെ സിമിലർ ടോണിലെ ദുപ്പട്ട ഇതിന് പെയർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാട്ടോ, നല്ല രസം. അതിന്റെ യോക്കും നമ്മൾ ആ കളറും എന്താ പറയാ, സിമ്പിൾ ആണ് എന്നാൽ നല്ല രസമാണ്. ടോപ്പും ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് കഴിയുമ്പോൾ ഇനി ദുപ്പട്ട വേണ്ടാന്നുള്ളവർക്ക് ഇതുപോലെ ടോപ്പ് ഓൺലി ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഫുള്ളി ത്രെഡ് വർക്ക് ഉള്ള ഒരു യോക്ക് ആണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ ഒരു ബക്കറ്റ് ഷേപ്പ് തന്നെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെക്ക് നല്ലൊരു കളറാട്ടോ, മെറൂൺ കളറാണ്. ഇതിന്റെ യോക്ക് ഞാൻ കാണിച്ചത്. ഇത് ഫുള്ളി ത്രെഡ് വർക്ക് ആണ് കേട്ടോ, ഫുള്ളി അത്രയും ഹെവി വർക്ക് ആണ് ത്രെഡ് കൊണ്ടുള്ള. അതും ഒരു പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന വർക്കാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. നമ്മൾ എപ്പോഴും സ്ലീവിലോട്ട് ബോർഡർ ഒക്കെ വെക്കുന്നതല്ല, അപ്പൊ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് സ്ലീവിലോട്ട് ബോർഡർ കൊടുത്തിട്ടില്ല. കാരണം ഇത് അത്യാവശ്യം കോസ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ്. ലൈൻ പാറ്റേണിലോട്ടോ ചെയ്തേക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. അപ്പം ഇതുപോലെ ലെങ്ത് 48 വരുന്നുണ്ട്. പിന്നെന്താ ക്രേപ്പ് ലൈനിങ് ആണ് വെച്ചേക്കുന്നത്. യോക്ക് ഇതേപോലെ ഉണ്ടാവും, ഒരു ഇതേപോലെ കണ്ടോ. ഇനി സ്ലീവിലോട്ട് ചെറിയ ബോർഡർ വെക്കണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പറഞ്ഞാൽ മതി. ചെറിയൊരു ബോർഡർ ആയിട്ട് അത് ക്ലോസിലേക്കായിട്ട് വി സ്ട്രെയിറ്റ് ടു വി ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.